വന്നേ വന്നേ വന്നേ. And he is an ultimate leader and we are proud of that. നമുക്ക് അതുപോലെ ഒരു അടിപൊളി പ്രധാനമന്ത്രിയെ കിട്ടിയത് സന്തോഷം. എന്തോ കഴിഞ്ഞ ജന്മം ഒരു പുണ്യം ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇന്നിവിടെ എത്തിപ്പെടാൻ പറ്റിയത്. നെഞ്ചിനകത്ത് നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്ന് പറയുന്ന പോലെ നെഞ്ചിനകത്ത് മോദി. നമസ്കാരം. നരേന്ദ്രമോദി വന്നു പോകുമ്പോൾ തൃശ്ശൂരിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് തൃശ്ശൂരിലെത്തിയ മഹിളാ ശക്തി സംഗമത്തിനെത്തിയ 10,000-കണക്കിന് സ്ത്രീകളോട് തന്നെ നേരിട്ട് ചോദിക്കാം. മോദിന് ഇഷ്ടമാണോ? ഓ, മോദിനെ ഇഷ്ടമാണ്. മോദിനെ അടുത്തുനിന്ന് കാണാൻ പറ്റില്ല, കുറച്ച് ദൂരോട്ട് നിന്നാണ് കണ്ട് കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണണം എന്നുള്ള ഇഷ്ടമാണ്. ഇനിയും മോദി തന്നെ വരണം, അത് തന്നെയാണ് താല്പര്യം. സുരേഷ് ഗോപി തൃശ്ശൂർ എടുക്കും. എന്താച്ചാ എല്ലാവർക്കും വേണ്ടി നല്ല കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഗർജിക്കുന്ന സിംഹമാണ് മോദിജി. ഞങ്ങൾ ജനങ്ങളുടെ ഒപ്പം നിൽക്കണ്ടേ, അതന്നെ മോദിന് ഇഷ്ടമാണ്. സന്തോഷായി. നല്ല പരിപാടി. മോദിജിയെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. സൂപ്പർ നല്ല ഇഷ്ടമാണ്. നല്ല അഭിപ്രായം. അയ്യോ, ജീവനാണ്, എന്ത് പറയാനാ, ഒന്നും പറയാൻ വാക്കുകളില്ല. അതല്ലേ കണ്ണൂരിന്ന് ഇങ്ങോട്ട് ഓടി വന്നത്. അടിപൊളി. നമ്മള് കണ്ണൂരിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അതിനു വേണ്ടിയിട്ടാണ്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞ മോദിയെ കുറിച്ച് എന്ത് പറയാൻ, നമ്മള് എല്ലാം നിറഞ്ഞു നിൽക്കല്ലേ. ഇതിനായിട്ട് ഈ 3-ാം തീയതി വരുന്നെന്ന് പറഞ്ഞ എപ്പോഴാണ് അറിഞ്ഞ അന്ന് മുതൽ ഒരുങ്ങി നിൽക്കുന്നതാണ്. നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്ന് പറയുന്ന പോലെ നെഞ്ചിനകത്ത് മോദി. മോദിനെ മാറ്റത്തെ ഒരു നേതാവ് നമുക്ക് ഉണ്ടായിട്ടില്ല, പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. അത് അത്രേ പറയാനുള്ളൂ. ഇന്ത്യയുടെ ഇത്രയും കൊല്ലത്തില് മോദി മാറ്റത്തെ ഒരാൾ നമുക്ക് ഉണ്ടായിട്ടില്ല. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടാ. അങ്ങനെ പോലെ വേറൊരാളില്ല. മോദിയുടെ എല്ലാ ഭരണനീതികളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞ കാര്യങ്ങള് സമയബന്ധമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അത് ആർക്കും ഇല്ലാത്തൊരു ഗുണവിശേഷം. അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള എത്ര ഗ്യാസ്, ശൗചാലയങ്ങളെല്ലാം നേരുണ്ടാക്കി കൊടുത്തിട്ടില്ലേ. അപ്പൊ അതുകൊണ്ടുള്ള ഈ ആവേശം കാണുന്നത്. അടിപൊളി പരിപാടി സൂപ്പറായി. കുറെ നാളത്തെ നല്ല പ്രയത്നത്തിന് ശേഷം മോദിജി സന്തോഷമായി വന്ന് പരിപാടികളൊക്കെ നന്നായി ഭംഗിയായി. എല്ലാവർക്കും നല്ല സന്തോഷം. നല്ല അഭിപ്രായം. എല്ലാ കാര്യത്തിനും കൂടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ തിരക്ക് കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ പിന്നെ സുരേഷ് സാറിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായം. ഇത്രയും ജനങ്ങള് ഈ കേരളത്തില് മോദിജിയുടെ ഒപ്പം ഉണ്ടെങ്കിൽ അത് വലിയൊരു സ്ട്രെങ്ത് ആണ്. ഇനി അടുത്ത പ്രാവശ്യം നമ്മുടെ സർക്കാർ വരണം, അധികാരത്തിൽ വരണം. ഞങ്ങളെ പോലുള്ള ലേഡീസിന് ആനുകൂല്യങ്ങളായിട്ട് മോദിജി വരണം. അടിപൊളിയായിരുന്നു. പിന്നെന്താ, അതിനായിട്ട് വന്നല്ലേ ഞങ്ങൾ പട്ടാമ്പിന്നാണ് വരുന്നത്. അടിപൊളി പരിപാടി. അടുത്ത് കാണാൻ പറ്റി, അതിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. എറണാകുളത്ത് പോയപ്പോ കാണാൻ പറ്റിയില്ല, അപ്പൊ ആ വിഷമൊക്കെ ഇവിടെ തീർത്തു ഞങ്ങള്. സന്തോഷം. അടുത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. നരേന്ദ്രമോദിനും അടുത്ത് കാണാൻ പറ്റിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു പരിപാടിയല്ലേ, പ്രധാനമന്ത്രി വരണ പരിപാടിക്ക് പിന്നെ പ്രത്യേകിച്ച് എല്ലാം പറയാനുണ്ടോ? അടിപൊളി. സൂപ്പറായിട്ട് കണ്ടു. സൂപ്പറായിട്ട് ഞങ്ങൾ കണ്ടു. അടിപൊളി, സൂപ്പർ. മോദിജിക്ക് ജയ്. മോദി ഞങ്ങളുടെ നാട്ടുകാരെ അഹമ്മദാബാദ്, അത് കാരണം ഞാൻ മോദിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഐ എം വെരി ഹാപ്പി ടു സീ ഹിം. സൂപ്പർ. മോദി ഞങ്ങളെ സ്വന്തല്ലേ. നല്ല അഭിപ്രായം. സ്ത്രീ ശാക്തീകരണത്തിന് ഇത്രയും പറ്റിയ ഒരാളിന് വേറെ ഇല്ല. മോദി സൂപ്പർ അല്ലേ? കണ്ട് സന്തോഷമായി. വളരെ ഗംഭീരം, നല്ല പ്രോഗ്രാം. മോദിയുടെ നല്ല ഭരണമല്ലേ, സൂപ്പർ ഭരണമല്ലേ. വനിതാ ബില്ല് പാസ്സാക്കിയ ശേഷം ആദ്യത്തെ ഞങ്ങൾ വനിതകളെ അഭിസംബോധന ചെയ്യാൻ വന്നതല്ലേ. വളരെ നല്ല പരിപാടി. തൃശ്ശൂർ എടുക്കും. അടിപൊളി പരിപാടി. ഇനിയും വരണം, മോദി വരണം. നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന വേറെ ഏത് നേതാവിനെ കാണണം? നല്ല അഭിപ്രായമാണ്. ഇപ്പൊ ഉള്ള നേതാക്കളെ വെച്ച് ഏറ്റവും മികച്ച നേതാവാണ്. നല്ല പരിപാടി. ഇത്രയും നല്ലൊരു പരിപാടി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഭാരതത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാനമന്ത്രിയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അതിന് നമുക്ക് അതിയായ സന്തോഷമുണ്ട് നേരിൽ കണ്ടതിൽ. പരിപാടി സൂപ്പറായിരുന്നു. വളരെയധികം സന്തോഷം തോന്നി. ലോകാര്യത്തിനായി മോദിനെ കാണുമ്പോ പിന്നെ സന്തോഷം തോന്നാതിരിക്കില്ലല്ലോ. ഇത് അതല്ല, ഇതെല്ലാവർക്കും വേണ്ടുന്ന തീർന്നുണ്ട്, ഇഷ്ടം പോലെ. എനിക്ക് ഇഷ്ടമായി പറയാം. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് ചുണയുള്ള ഒരു പ്രധാനമന്ത്രി, ഒരു ഭരണാധികാരി വന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രീ നരേന്ദ്രമോദിജി തന്നെയാണ്. പറഞ്ഞ വാക്കുകൾ പ്രകടന പത്രികയിൽ മറ്റു ഭരണാധികാരികൾ, മറ്റു പ്രധാനമന്ത്രികളായാലും ഏത് മന്ത്രിമാര് വന്നിട്ടുണ്ടെങ്കിലും ഒരുപാട് എന്താ പറയാ, എണ്ണം വിട്ട് കുറെ പ്രകടന പത്രികകൾ പറയും. പക്ഷെ ഒരെണ്ണം പോലും
അവർ നടപ്പാക്കാറില്ല. ഇലക്ഷൻ കഴിയും അവർ ജയിക്കും, ബാക്കി ആ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ചുരുട്ടിക്കുട്ടി കച്ചടയിലിടും. പിന്നെ അവരോട് ചോദിച്ചാൽ എന്തോ നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു, ഉറക്കത്തിന് വിളിച്ചിട്ട് ചോദിക്കുന്ന മാതിരിയാവും. പക്ഷെ മോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എണ്ണമിട്ട് അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോദിജി ഞങ്ങളുടെ ആരാധ്യ പുരുഷനാണ്. ഗംഭീരം, പൊള്ളിയായി, ഭയങ്കര സന്തോഷം, എടുത്തു കാണാൻ പറ്റും. ഒന്നും പറയാനില്ല. അടിപൊളി. മോദിന് അടുത്തുണ്ട്. സൂപ്പർ. ഇത് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു നഷ്ടമായിരുന്നു, ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരുന്നു. ഇപ്പൊ 49 വയസ്സായി. ഞാൻ ഇതുവരെ കണ്ടേലും ഒരുപാട് മന്ത്രിമാരെ നമ്മൾ കണ്ടു, പക്ഷെ ഇതുപോലൊരു പ്രധാനമന്ത്രിനെ നമ്മൾ കണ്ടിട്ടില്ല. അടിപൊളി പരിപാടി. ഇത്രയും ലോക ആരാധനായ ഒരു പ്രധാനമന്ത്രി, ഇനി നമുക്ക് ഇത്രയും സ്ത്രീകൾക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഇത്രയും 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിനെ കിട്ടിയ നമ്മൾ ഓരോ ഭാരതീയരും അഭിമാനപൂർവ്വമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന നിമിഷങ്ങളാണ് നമ്മളെ പ്രധാനമന്ത്രി നമുക്ക് ഓരോ നിമിഷവും തരുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ വന്നത്, എന്നാലും കാണണം എന്നുള്ളൊരു സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് വന്നത്. പിന്നെ തീർച്ചയായിട്ടും നഷ്ടമായിരുന്നേനെ. ഇനി എങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടാവുമോ എന്ന് ഞാൻ ആലോചിച്ച് വെക്കും. അപ്പം തന്നെ ഞാൻ അവരോടൊക്കെ പറഞ്ഞ അന്നേരം ഞാൻ എന്റെ പേര് എഴുതിയിട്ട് ഹെൽത്ത് വളരെ മോശമാണ്. ഇന്നും ഇന്നാളെ ഈ നിമിഷം കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്നുള്ള സ്ഥിതിയിലുള്ള ആളാണ് ഞാൻ. പക്ഷെ മോദിജിനെ കാണണം, വാശി. സന്തോഷം എന്തോ കഴിഞ്ഞ ജന്മം എന്തൊരു പുണ്യം ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഇന്നിവിടെ എത്തിപ്പെടാൻ പറ്റിയത്. നല്ലതാണ്. എല്ലാവർക്കും വേണ്ടി എല്ലാം നല്ല സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കാൽക്കൽ നിന്ന് നമസ്കരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് പറ്റിയില്ല. പരിപാടി നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങളൊട്ടും ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുന്നതിനെ പ്രതീക്ഷിച്ചിട്ട് വന്നവരല്ല, പക്ഷെ ഞങ്ങൾക്ക് അത്രയും നന്നായിട്ട് കാണാനും പിന്നെ അവിടെ എല്ലാ പ്രസംഗവും പിന്നെ ശോഭയിച്ച് പ്രസംഗം ചെയ്തൊക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. നല്ലൊരു അഭിപ്രായമാണ്, നല്ല അഭിപ്രായം. വളരെ സന്തോഷമായി മോദിയെ നേരിട്ട് കാണാനും. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാനും ഒരു ഭാഗ്യം നമുക്ക് കിട്ടില്ല. എന്തായാലും ഇവിടെ നമ്മുടെ തൃശ്ശൂർ മണ്ണിൽ കാണാൻ തന്നെ, വടക്കര ക്ഷേത്രത്തിൽ മുന്നിൽ കാണാൻ തന്നെ വളരെ അതിശയമുള്ള കാര്യം തന്നെയാണ്. സന്തോഷം. അടിപൊളിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചൊക്കെ അടിപൊളിയായിരുന്നു. ഇത് സത്യം പറഞ്ഞ ഒരു ഇലക്ഷന്റെ ഒരു എന്താ പറയാ ഒരു നാഴികക്കല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സ്റ്റാർട്ടിംഗ് ഇത് എന്തായാലും അടിപൊളിയായി. ഇൻഫിനിറ്റി ഡെഫിനറ്റ്ലി ഒരുപാട് അതിന് പ്രത്യേകിച്ചൊരു നമുക്കൊരു വാല്യൂ കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രിയല്ലേ. അത് റിലീജിയൻ ഇല്ല, കാസ്റ്റ് ഇല്ല, ഒന്നുമില്ല, എത്നിക് ഡൈവേഴ്സിറ്റീസ് ഇല്ല. ആൻഡ് ഹീസ് എൻ അൾട്ടിമേറ്റ് ലീഡർ ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ്. നമുക്ക് അതുപോലെ ഒരു അടിപൊളി പ്രധാനമന്ത്രിയെ കിട്ടിയത്. അടിപൊളി പരിപാടി. ഇനിയും മോദി വരും, ഇനി ഇന്ത്യ ഭരിക്കും, ഇനിയും മോദി ഭരണം വരും എന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. നമുക്കറിയാലോ യൂണിവേഴ്സലി എല്ലാം, നമുക്ക് ജാതിയില്ല മതമില്ല, പലതും പറയും. പക്ഷെ മോദി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരൊരു വികാരമാണ് മോദി. ഇനിയും അദ്ദേഹം വരും, ഇനിയും കെട്ടിപ്പടുക്കും ഇന്ത്യയിൽ. ഇനിയും ഒരുപാട് വികസനങ്ങൾ വരും അദ്ദേഹം ഇനിയും വരികയാണെങ്കിൽ. അടിപൊളിയായിരുന്നു. തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റും. അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. ഒരുപാട് സന്തോഷം. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു, കാണാൻ സന്തോഷം. തീർച്ചയായിട്ടും അടുത്തുനിന്ന് തന്നെ കാണാൻ സാധിച്ചു. വളരെ സന്തോഷം.